ന്യൂട്രീഷൻ ഫാമിലി വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലായിടത്തും ഭയങ്കര മഴയല്ലേ, ഇവിടെയും മഴ. രാവിലെ തുടങ്ങിയിട്ട് ഇവിടെയും മഴ തന്നെയാണുള്ളത്. അപ്പോൾ കുഞ്ഞു മക്കളുള്ള എല്ലാവർക്കും എന്ത് നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കും, അവരുടെ ലഞ്ച് എന്ത് കൊടുക്കും, അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കൊടുക്കും, അവർക്ക് സ്നാക്സ് ആയിട്ട് എന്ത് കൊടുക്കും, അവർക്ക് രാത്രി ഫുഡ് എന്ത് കൊടുക്കും, ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഹെൽത്തി ആയിരിക്കുമോ, അവർക്കത് കൺസ്യൂം ചെയ്യാൻ പറ്റുമോ, ഇതെല്ലാം നമുക്ക് ഭയങ്കര ഡൗട്ടാണല്ലേ. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അമ്മമാർ എന്ത് ചെയ്യും, ചോറും നെയ്യും ഉപ്പും തൈരും ഒക്കെ മാത്രമായിരിക്കും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. ഇപ്പോഴത്തെ വർക്കിംഗ് മോംസാണ് എല്ലാ അമ്മമാരും. അല്ലാത്ത മീൻസ് ഹൗസ് വൈഫായിട്ടുള്ള അമ്മമാർക്കും ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഭയങ്കര ബിസി ആയിരിക്കും ലൈഫ്. അതൊരു ഫാസ്റ്റായിട്ടുള്ള ബിസി വേൾഡാണല്ലോ നമ്മുടേത്. അപ്പോൾ നമ്മൾ കുഞ്ഞു മക്കൾക്കും നമ്മൾ കൊടുക്കുന്നത് എന്ത് നമ്മൾ ഹെൽത്തി ആയിട്ട് കൊടുക്കണം, അതുപോലെ തന്നെ അവർക്കത് ഈസിലി ഡൈജസ്റ്റബിളും ആവണം. എല്ലാ കാര്യങ്ങളും നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിൽ വേണമല്ലോ നമ്മൾ കൊടുക്കാനായിട്ട്. നമുക്കൊരു ഈവനിങ് വ്ളോഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈവനിങ്ങിൽ നമ്മുടെ ഒരു വീട്ടിലെ ഭക്ഷണവും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളതും, പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിന് ഒരു 6 months കംപ്ലീറ്റഡ് ആയിട്ടുള്ള ബേബീസിന് എല്ലാവർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെ ഒരു ഡിന്നറും കൂടിയാണ് കേട്ടോ. നമ്മുടെ മോന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഇതാണ്. വെറൈറ്റീസിലായിരിക്കും എപ്പോഴും, പക്ഷേ വെറൈറ്റീസ് നമ്മൾ ചൂസ് ചെയ്യുമ്പം ആ കൂട്ടത്തിൽ ഹെൽത്തിയും ബെസ്റ്റും കൂടി ഓപ്ഷൻസ് നമ്മൾ നോക്കണം. അതിന് എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. എല്ലാ അമ്മമാർക്കും അറിയാം, അവരുടെ മക്കൾക്ക് കൊടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ്. അതിൽ ഭയങ്കര എപ്പോഴും നമ്മൾ ടെൻഷൻ വരും, ഇത് മക്കൾക്ക് പറ്റുമോ, ഇതവന് കഴിക്കുമോ എന്നൊക്കെ. നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ കുറച്ചേ കഴിക്കത്തുള്ളൂ, കാര്യം അവരുടെ ടമ്മി വളരെ ചെറുതാണല്ലോ. സന്ധ്യയായപ്പോൾ വിളക്ക് വെച്ചു. ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ധാന്യക്കൂട്ടിൻ്റെ പൗഡർ 1 സ്പൂൺ എടുത്ത് നമുക്ക് കുറച്ച് പനങ്കൽക്കണ്ട ചൂടുവെള്ളം കുറച്ച് വെച്ച് ഇളക്കി കൊടുക്കാം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അത് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കാം. ഹെൽത്തിയാണ് കേട്ടോ. ഇതിൽ ചെറുപയറുണ്ട്, കപ്പലണ്ടി, ചോളം, റാഗി, പിന്നെ പൊട്ടുകടല, നവര അരി, മുതിര, കശുഗോതമ്പ്, ചൗവരി, ബാർലി, പിന്നെ നമ്മുടെ മില്ലറ്റ്സ്, പിന്നെ ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, അണ്ടിപ്പരിപ്പ്, ബദാം, ഇത് എല്ലാം കൂടെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്തിട്ടുള്ള ലിക്വിഡിൻ്റെ പൊടി, അത് നമ്മളിങ്ങനെ എയർ ടൈറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്കിതുപോലെ ആവശ്യാനുസരണം ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് എന്നാൽ ഭയങ്കര ഹെൽത്തിയാണ്. അത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. നന്നായിട്ട് അവർക്ക് എല്ലാ കലോറീസും ഇത് വളരെ നന്നായിട്ട്. അപ്പോൾ ഇതൊരു ശരിക്കും ഒരു ഹെൽത്ത് മിക്സാണ് അല്ലേ, ഹോം മെയ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് മിക്സാണ്. ഇതിൻ്റെ റേഷ്യോ ഞാൻ മീൻസ് എല്ലാം ഈക്വലായിട്ടാണ് എടുക്കാറ്. ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെക്കും. ഏകദേശം നമുക്ക് അത് ഒരു 6 months വരെ ഇരിക്കും, കുഴപ്പമൊന്നുമില്ല. നല്ല ഹെവിയാണ് മക്കൾക്ക്, അതുപോലെ നല്ല ഹെൽത്തിയാണ്. നമുക്ക് ഏലക്ക പൊടിച്ചതൊക്കെ ചേർക്കാൻ പറ്റും, ഓപ്ഷണലാണ്. ഞാൻ പിന്നെ അതൊന്നും ചേർക്കാറില്ല. ഓൾറെഡി ഇതെല്ലാം കൂടി വരുമ്പോൾ തന്നെ നല്ല ഹെവിയാണല്ലോ. നമുക്കൊരു സമാധാനമാണ്, മക്കൾക്ക് നല്ല ഫുഡ് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഹോംമെയ്ഡായിട്ട് കൊടുക്കാൻ പറ്റുമല്ലോ എന്ന് നോക്കുമ്പോൾ നമുക്കൊരു സമാധാനമല്ലേ. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, കാര്യം ഇത് തന്നെ ഇരുന്നൊന്ന് കുറുകി വരും. അങ്ങനെ നമ്മുടെ ഹെൽത്ത് മിക്സ് കുറുക്ക് തണുത്ത് സെറ്റായിട്ടുണ്ട്. ഇതാ ഇപ്പത്തിലോട്ട് മാറ്റാം. കുറച്ച് നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെൽത്ത് മിക്സ് റെഡി ആയിട്ടുണ്ട്. നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്കിത് കൊടുക്കാം. ഈ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് മിക്സ് പൗഡർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, ഹെൽത്തിയാണ്, ധൈര്യമായിട്ട് നമുക്ക് കുഞ്ഞുമക്കൾക്ക് കൊടുക്കാം, അതുപോലെ നമുക്ക് കഴിക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്യാം, ഒരു ഓപ്ഷണലാണ് കേട്ടോ. രാത്രിയിലത്തേക്ക് നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ഫുഡൊന്നും വെക്കാറില്ല. ഉച്ചയ്ക്കത്തെ കറികളൊക്കെ തന്നെ ചൂടാക്കിയെടുക്കും. ചിക്കൻ കറിയുണ്ട്, പപ്പടം, പിന്നെ തോരൻ വെച്ചത്, പിന്നെ കുത്തിരി ചോറും തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.